ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നോറവ് എന്ന ബ്രാൻഡിൻ്റെ 1/64 സ്കെയിലിൽ വരുന്ന C5 എയർക്രോസ് എന്ന് പറയുന്നൊരു മോഡലാണ് ബൈ സിട്രോൺ. അപ്പോൾ സിട്രോൺ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. 1919 ഈ ഒരു കമ്പനി സ്റ്റാർട്ടായത്. പക്ഷേ 2021 ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയത്. അപ്പോൾ ഇന്ത്യയിൽ ലോഞ്ചായ ആദ്യത്തെ മോഡലാണ് C5 എയർക്രോസ് എന്ന് പറയുന്ന ഈ ഒരു മോഡലും. സോ ഇതൊരു 1/64 സ്കെയിലാണ് വരുന്നത്. സ്കെയിൽ ഇത്രയും ചെറുതാണെങ്കിലും ഡീറ്റെയിലിംഗ് ഒന്നും ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും എക്സ്റ്റീരിയർ വൈസ് ആണെങ്കിലും അടിപൊളി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണിത്. അതുപോലെ തന്നെ ടയറും അലോയും എടുത്തു പറയണം, അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് അതിലും കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റ് ജോബ് എടുത്തു പറയണം, കാരണം നമ്മൾ റിയൽ ലൈഫിലെ കാർ ക്ലോസ് ആയിട്ട് വായിച്ചത് അറിയാം. അതിൻ്റെ ഒരു മെറ്റാലിക് ഫ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ മെറ്റാലിക് ഫ്ലേക്ക് വരെ ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. അത്രയും ഡീറ്റെയിലിംഗ് ആണ് ഇത്രയും ചെറിയ സ്കെയിലിൽ ഒരു ശ്രദ്ധിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു ലൈസൻസ് പ്രോഡക്റ്റാണ്. നോർവിൻ്റെ എല്ലാ മോഡലും വരുന്നത് ലൈസൻസ് പ്രോഡക്റ്റാണ്. പക്ഷേ നോർവിൻ്റെ മറ്റ് മോഡലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് വളരെയധികം കുറവാണ്, തീരെ കുറവാണ്. നമ്മുടെ കൈകളിൽ ഇങ്ങനെ കൊണ്ട് നടക്കാനുള്ളൊരു സൈസ് ഇതിനുള്ളൂ. സോ മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മോഡലാണിത്. സോ സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂൾ ടാങ്കിൻ്റെ പോർഷനും കാണാൻ പറ്റും, അതുപോലെ ടെയിലൈറ്റും കാണാൻ പറ്റും. ടെയിലൈറ്റ് വരുന്നത് പെയിൻറ്റ് ജോബിലാണെങ്കിൽ പോലും നല്ല നീറ്റായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയത്. അപ്പോൾ നോറവിൻ്റെ ഒരു മോഡൽ മേടിക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഭയങ്കര ഹൈ ആയതുകൊണ്ടാണ് ഞാൻ ഇതുവരെ മേടിക്കാതിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഒരു മോഡൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞൻ കാർസിൻ്റെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമുക്കറിയാം ഇത് നമ്മുടെ ലേറ്റസ്റ്റ് പോർഷയാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള സൈസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയും സൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സൈസ് വലുതാകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇത്രയും ചെറിയ സൈസിനകത്ത് ഒരു ഡീറ്റെയിലിങ്ങിൽ ഒരു കോംപ്രമൈസും ചെയ്താണ് അവർ ചെയ്തിട്ടുള്ളത്. ഡോഡ്ജുമായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂഫിൻ്റെ വലിപ്പം മാത്രമേ ഈ വണ്ടിക്ക് വരുന്നുള്ളൂ. പക്ഷേ ഡീറ്റെയിൽ നോക്കിയാൽ ഇവ മൂന്നും ഒരേ റേഞ്ചിൽ തന്നെ നിൽക്കും. ഡോർ ഓപ്പൺ ആകില്ല എന്നൊരൊറ്റ കുറവ് മാത്രമേ ഇതിനുള്ളൂ. 100% കളക്ടേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. പക്ഷേ മെയിൻ ഹൈലൈറ്റ് ഇതൊന്നുമല്ല. കൂട്ടുകാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായിട്ടും അവർ കളിപ്പാട്ടെടുത്ത് കളിക്കാറായിട്ടും നിൻ്റെ ഈ കുഞ്ഞുകളി മാറിയില്ലേ എന്ന് ചോദിക്കുന്ന നാട്ടുകാരുടെ കമൻസാണ് ഏറ്റവും അടിപൊളി സൂപ്പർ. സോ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്, വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാർസിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.